Safety measures in household electrification. Safety fuse, MCB and ELCB breakers. And now we are going to move on to 3-pin plug and earthing. We know that 3-pin plug and earthing are for our safety. It is a precaution in order to avoid electric shock and other disasters. ഇപ്പോൾ എന്താണ് 3-pin പ്ലഗ്? ഇപ്പോൾ 3-pin പ്ലഗ് അതിന് 3 പിൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഒരു ഫേസ്, ഒരു ന്യൂട്രൽ, ഒരു എർത്ത് ലൈൻ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്മളൊരു 3-pin പ്ലഗ് എടുത്ത് കയ്യിൽ വെക്കുകയാണെങ്കിൽ അതിനൊരു ലെങ്ത്ത് കൂടുതലുള്ളൊരു പിന്നുണ്ടാവും. അതേപോലെ തന്നെ ആ പിന്നിന് എന്തായിരിക്കും? തിക്കറായിരിക്കും. അടുത്ത 2 പിൻസ് സെയിം ആയിട്ടുള്ള സൈസിലായിരിക്കും, അതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള തിക്കിലായിരിക്കും. ആ 2 പിൻസാണെന്ത്? ഫേസ് ആൻഡ് ന്യൂട്രൽ പിൻസ്. അതേപോലെ തന്നെ പിൻ ഇ അല്ലെങ്കിൽ തിക്കറായിട്ടുള്ള ആ പിന്നാണെന്ത്? പിൻ ഇ എന്ന് പറയുന്നത്, അതായത് എർത്ത് ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പിൻ. ദെൻ വാട്ട് ഡു മീൻ ബൈ എർത്തിങ്? ഇപ്പോൾ എർത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കണക്ഷൻ വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു ദി എർത്ത്. ഇപ്പോൾ എർത്തായിട്ട് ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എർത്തിങ് എന്ന് പറയും. ഇപ്പോൾ എർത്തിങ്ങിൽ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന വയേഴ്സാണ് കോപ്പർ വയർ, ബിക്കോസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി കോപ്പർ വയർ ഈസ് മച്ച് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ മെറ്റൽസ്. ഇപ്പോൾ എർത്തിങ് ഫോർ ബെറ്റർ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിലോട്ട് മൂവ് ചെയ്യാം. The pin E of 3-pin plug comes into contact with the earth line. The pin is now connected to the body of the appliance. If at all the body comes into contact with an electric connection, electricity flows to the earth through the earth wire. The flow of current to the earth through a circuit of low resistance increases the current. As a result, heat generated in a fuse wire increases and the circuit gets broken. This ensures the safety of instrument and person handling it. The length and thickness of earth pin is more than that of the other pins. Since the length is more, when the 3-pin is introduced into the socket, the earth pin comes into contact with the circuit first. When the 3-pin is pulled out of the socket, the earth pin will be the last to break and contact. Hence, complete safety is ensured by the 3-pin plug. Since thick copper wire is used as the earth wire, a path of low resistance is created. Electricity can easily flow to the earth through this path. ഇപ്പോൾ 3-pin നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 3 പിൻസ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ പെക്യുലാരിറ്റീസും പറഞ്ഞിട്ടുണ്ട്. എർത്തിങ് എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ വയർ ഇസ് കണക്റ്റഡ് ടു ദി എർത്ത് ഇൻ ഓർഡർ ടു റിലീസ് ദി എക്സസ് കറണ്ട് ദാറ്റ് ഈസ് ഒക്കേർഡ് ഡ്യൂ ടു ഓവർലോഡിങ് ഓർ ഷോർട്ട് സർക്യൂട്ട് ഓർ ഇൻസുലേഷൻ ഫെയിലിയർ. ഇപ്പോൾ എക്സസ് ആയിട്ട് എപ്പോഴെങ്കിലും കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറണ്ടിന് നമ്മൾ എന്താ ചെയ്യുന്നത്? എർത്തിലേക്ക് റിലീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ കോപ്പർ വയറാണ് യൂസ് ചെയ്യുന്നത്. വി നോ ദാറ്റ് കോപ്പർ വയർ ഹാസ് ലോവർ ഡെൻസിറ്റി ആൻഡ് ലോവർ റെസിസ്റ്റൻസ് വാല്യൂ. ഇപ്പോൾ ലോവർ റെസിസ്റ്റൻസ് വാല്യൂ ആയതുകൊണ്ട് തന്നെ കറണ്ട് വളരെ എളുപ്പത്തിൽ എവിടേക്ക് പോകും? എർത്തിലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ 3-pin പ്ലഗ് എങ്ങനെയാണ് നമുക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ലെങ്ത് ആയിട്ടുള്ള എർത്ത് പിൻ ഇ ആണെന്ത്? ആദ്യം സർക്യൂട്ടായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ അവസാനവും ആ പിൻ ഇ ആണെന്ത്? കോണ്ടാക്റ്റ് റിമൂവ് ചെയ്ത്. അപ്പോൾ സേഫ്റ്റി ഫസ്റ്റ് എന്ന ഒരു മോട്ടോ വെച്ചിട്ടാണെന്ത്? പിൻ ഇൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ആയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ കണക്ട് ചെയ്യും. ഫസ്റ്റ് തന്നെ സേഫ്റ്റിയാണ് നമുക്ക് ഇവിടെ എൻഷുർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ whenever an overloading occurs or an excess current flows through the 3-pin, അപ്പോൾ അവിടെ 3-pinൻ്റെ ലോവർ പോർഷനിൽ ഫ്യൂസ് വയർ ഉണ്ട്. എക്സസ് ആയിട്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂസ് വയർ എന്താവും? മെൽറ്റാവും. അപ്പോൾ എന്താവും?
നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആ ഓവർലോഡിൽ നിന്ന് എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റഡ് ആവും. അപ്പം അങ്ങനെയാണ് 3 പിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് ദി പിൻ ഇ? പിൻ ഇയുമായിട്ട് ഏത് ലൈനാണ് കോണ്ടാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ നമുക്കറിയാം എർത്ത് ലൈൻ ഈസ് ദ വൺ വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി പിൻ ഇ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ഡസ് ദി എർത്ത് പിൻ ഡിഫർ ഫ്രം ദി അതർ പിൻസ്? വൈ ഈസ് ഇറ്റ് മെയ്ഡ് ഡിഫറെൻറ്റ് ഇൻ ദിസ് വേ? അപ്പോൾ വി നോ ദാറ്റ് എർത്ത് പിൻ ഈസ് മച്ച് ലോങ്ങർ ആൻഡ് തിക്കർ ദാൻ ദാറ്റ് ഓഫ് other pins. It is for the easy movement of current when overloading or short circuit occurs. അപ്പോൾ എന്നാലേ നമ്മുടെ ഫ്യൂസുകാർ മെൽറ്റ് ആവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വിച്ച് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഈസ് കണക്റ്റഡ് ടു ദി എർത്ത് ലൈൻ? ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എർത്ത് ലൈൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എർത്ത് ലൈൻ ഈസ് കണക്റ്റഡ് ടു ദി മെറ്റൽ കേസിംഗ് ഓഫ് ദി ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. അപ്പോൾ നമ്മൾ അയൺ ബോക്സൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മെറ്റൽ കേസിങ്ങിലായിരിക്കും ഇതുണ്ടാവുക, എർത്ത് ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് ഫോർ പ്രൊട്ടക്ഷൻ. The electricity we get in our home is AC, but many devices are working on DC. Is TV working on AC or DC? ഇപ്പോൾ നമ്മൾ ജനറലി നമ്മുടെ സർക്യൂട്ടിൽ, അതായത് നമ്മുടെ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിലൊക്കെ AC കറണ്ടാണെന്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ AC കറണ്ടിനെ നമ്മൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്യും. എപ്പോൾ DC ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന അപ്ലയൻസസ് കണക്റ്റഡ് ആണെങ്കിൽ AC കറണ്ടിനെ DC കറണ്ടായിട്ട് റെക്ടിഫൈ ചെയ്തതിന് ശേഷമാണെന്ത് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ജനറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള AC ആണ്. ACയെ നമുക്ക് DC ആക്കി മാറ്റാം ബൈ ദ പ്രോസസ് ഓഫ് റെക്ടിഫിക്കേഷൻ. അങ്ങനെയാണ് പല DC ഡിവൈസസും വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ഈസ് TV വർക്കിംഗ് ഓൺ AC ഓർ DC? TV ACയിലാണോ അല്ലെങ്കിൽ DCയിലാണോ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്കറിയാം TV എന്താണ് വർക്ക് ചെയ്യുക, AC കറണ്ടിൽ വർക്ക് ചെയ്യുന്നൊരു ഡിവൈസാണ് ഒരു ടെലിവിഷൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വി ഗെറ്റ് DC ഫ്രം എ മൊബൈൽ ഫോൺ ബാറ്ററി ബട്ട് വി യൂസ് AC ഫോർ ചാർജിങ്. വാട്ട് മേ ബി ദി റീസൺ? ഇപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് മോസ്റ്റ് ഓഫ് ദി ഡിവൈസസ് ദാറ്റ് വർക്ക് ഓൺലി ഓൺ DC ആൻഡ് വെൻ ദേ വർക്ക് their AC is converted into DC by the process of rectification. ഇപ്പോൾ റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണത് അവിടെ AC DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ മൊബൈൽ ചാർജർ ഈസ് ഡിവൈസ് ദാറ്റ് കൺവേർട്ട് AC ഇൻറ്റു DC. ACയിൽ അവിടെ ചാർജറിൽ അവിടെ റെക്ടിഫിക്കേഷൻ നടക്കുന്നുണ്ട്, അതായത് AC ഈസ് കൺവേർട്ടഡ് ഇൻറ്റു DC. അപ്പം നമ്മുടെ മൊബൈൽ ഫോൺ ഡിവൈസസിൽ എന്താണ് ലഭിക്കുക? DC കറണ്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്യപ്പെടുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലാസിഫൈ ദി ഡിവൈസസ് നോൺ ടു യു ആസ് ദോസ് വർക്കിംഗ് ഇൻ AC ആൻഡ് DC. ഇവിടെ കുറച്ച് ഡിവൈസസ് പറഞ്ഞിട്ടുണ്ട്, 2 കോളമായിട്ടാണ് തന്നിട്ടുള്ളത്. ദോസ് വർക്കിംഗ് ഇൻ AC, അടുത്ത കോളാണ് ദോസ് വർക്കിംഗ് ഇൻ DC. ഇപ്പോൾ ACയിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ടെലിവിഷൻ ACയിൽ വർക്ക് ചെയ്യുന്നതാണ്, ഫാൻ ACയിൽ വർക്ക് ചെയ്യുന്നതാണ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ എന്താണ് ACയിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ്. ഇപ്പോൾ ദോസ് ഡിവൈസസ് വർക്കിംഗ് ഇൻ DC ആണ് നമ്മളിപ്പോൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. കാൽക്കുലേറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ മൊബൈലിൻ്റെ കേസ് പറഞ്ഞു. മൊബൈൽ ഈസ് വൺ ഓഫ് ദി ഡിവൈസ് ദാറ്റ് വർക്ക് ഇൻ DC കറണ്ട്. ടോർച്ചസ്, റിമോട്ടസ് ഒക്കെ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? DC കറണ്ടിനാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ഡിവൈസസ് കൂടെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എൻക്വയറി ചെയ്യുക. അപ്പോൾ അതിനുശേഷം AC DC ഡിഫറൻസസിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തതായി നമുക്ക് പഠിക്കാൻ ടോപ്പിക്കാണ് ഇലക്ട്രിക് ഷോക്ക്. ഇപ്പോൾ എന്താണ് ഇലക്ട്രിക് ഷോക്ക്?
അപ്പോൾ നമുക്കറിയാം കറണ്ട് മൂവ്സ് ഫ്രം എൻ ഹയർ പൊട്ടൻഷ്യൽ റീജിയൻ ടു എ ലോവർ പൊട്ടൻഷ്യൽ റീജിയൻ. അപ്പോൾ എപ്പോഴാണ് ഒരു ലിവിങ് ബീന് ഷോക്ക് ഏൽക്കുക? when a living being is affected by an electric shock. അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ when we are under the condition of potential difference, നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വിധേയമാവുകയാണെങ്കിൽ കറണ്ട് ഫ്ലോസ് ഫ്രം ദാറ്റ് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ത്രൂ അവർ ബോഡി. അപ്പോൾ നമ്മളൊരു എർത്ത് ലൈൻ പിടിച്ചെന്ന് വിചാരിക്കുക, ജസ്റ്റ് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു എർത്ത് ലൈന് കോണ്ടാക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്കറിയാം നമ്മൾ എർത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഷോക്ക് ഏൽക്കും, കാരണം കറണ്ട് നമ്മുടെ ബോഡിയിലൂടെ പാസ് ചെയ്തു പോകും. അപ്പോൾ ഈ ഒരു എഫക്റ്റാണ് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത്. സംടൈംസ് ഹൈ വോൾട്ടേജ് ഷോക്ക് മേ നോട്ട് കോസ് എനി ഡാമേജ്, ഈവൻ ദെൻ വൺ ഷുഡ് സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഷോക്ക്സൊക്കെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ എഫക്റ്റ് ചെയ്യാം. ചിലപ്പോൾ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആവാം, ചിലത് മൈന്യൂട്ടായിട്ടുള്ള ഒരു വൈബ്രേഷൻ അത്രയ്ക്കേ കോസ് ചെയ്യുള്ളൂ. ബിക്കോസ് ഇലക്ട്രിക് ഷോക്ക് മേ എഫക്ട് ദി ബ്രെയിൻ, എപ്പിലെപ്സി, ഡിപ്രഷൻ, ആങ്സൈറ്റി എക്സെട്ര. അപ്പോൾ ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പല ഡിസോർഡേഴ്സ് എന്ത് ചെയ്യാം നമുക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ അപസ്മാരം പോലത്തെ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനെയുള്ള കണ്ടീഷൻസിന് നമ്മൾ എന്ത് ചെയ്യും, വിധേയരാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആഫ്റ്റർ ഗെറ്റിംഗ് ആൻ ഇലക്ട്രിക് ഷോക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും കേസസിൽ ഏൽക്കുകയാണെങ്കിൽ യു ഷുഡ് ഗെറ്റ് ദി മെഡിക്കൽ ഹെൽപ്പ് നിർബന്ധമാണ്. അപ്പോൾ ഈവൻ ഇഫ് ദി വോൾട്ടേജ് ഈസ് സ്മോൾ ഇറ്റ് മേ ലീഡ് ടു അൺകോൺഷ്യസ്നെസ്, ഡാമേജ് ടു ടച്ചിങ് സെൻസേഷൻ, ഡിക്രീസ് ഇൻ വിഷൻ ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റീസ്. അപ്പോൾ അങ്ങനെ ടച്ചിങ് സെൻസേഷൻ്റെ ഡിക്രീസ്, ഇപ്പോൾ നമ്മളെ വിഷനിലുള്ള ഡിക്രീസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഒക്കെ എന്ത് ചെയ്യാം, കോസ് ചെയ്യാം ഇലക്ട്രിക് ഷോക്ക്. അപ്പം നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയൊക്കെ ഇലക്ട്രിക് ഷോക്ക് പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചുകൂടി സേഫായിട്ട് ചെയ്യാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ പ്രിക്കോഷൻസും ഉണ്ട്, പ്രിക്കോഷൻസ് ഡ്യൂറിങ് സം സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. ഇപ്പോൾ എക്സ്ട്രീമായിട്ടുള്ള ഡേഞ്ചറസ് കണ്ടീഷനിലും അതേപോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ട പ്രിക്കോഷൻസാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നെവർ ഹാൻഡിൽ ഇലക്ട്രിക് എക്വിപ്മെൻറ്റ്സ് ഓർ ഓപ്പറേറ്റ് സ്വിച്ചസ് വെൻ ദി ഹാൻഡ്സ് ആർ വെറ്റ്. അപ്പോൾ നനഞ്ഞ കൈ കൊണ്ട് ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇൻസേർട്ട് പ്ലഗ് പിൻ ഇൻ ടു സോക്കറ്റ് ആൻഡ് വിത്ത്ഡ്രോ ദം ഓൺലി ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ്. ഇപ്പോൾ നമ്മൾ പ്ലഗ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, യു ഷുഡ് എൻഷുർ ദാറ്റ് ദ സ്വിച്ച് ഈസ് ഓഫ്. സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പ്ലഗ് റിമൂവ് ചെയ്യുക. നെവർ ടേക്ക് ഓഫ് ദി പ്ലഗ് വൈൽ ദി സ്വിച്ച് ഈസ് സ്റ്റിൽ ഓൺ. സ്വിച്ച് ഓൺ ആയിട്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാതിരിക്കുക, പ്ലഗ് റിമൂവ് ചെയ്യാതിരിക്കുക. ഡു നോട്ട് ഓപ്പറേറ്റ് ഡിവൈസസ് ഓഫ് ഹൈ പവർ യൂസിങ് ഓർഡിനറി സോക്കറ്റ്. ഇപ്പോൾ സോക്കറ്റിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈസ് യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള പവർ അല്ലെങ്കിൽ വോൾട്ടേജ് റിക്കർ ആയിട്ടുള്ള ഡിവൈസസ് യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, അതിന് അവൈലബിൾ ആയിട്ടുള്ള, അപ്പം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോക്കറ്റ്സ് യൂസ് ചെയ്യുക. വിയർ റബ്ബർ ഫുട്വെയർ വൈൽ ഓപ്പറേറ്റിംഗ് ഇലക്ട്രിക്കൽ ഡിവൈസസ്. അപ്പം നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യുമ്പം നമ്മൾ റബ്ബർ വിയർ ചെയ്യുമെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ ഓർഡർ ടു ഡിസ്കണക്ട് ദി കോണ്ടാക്ട് വിത്ത് എർത്ത്. അപ്പോൾ റബ്ബർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഒരു ഇൻസുലേറ്ററാണ്. ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് കറണ്ട് ഓർ ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, എർത്തിലേക്ക് മൂവ് ചെയ്യില്ല വെൻ വി വിയർ റബ്ബർ ഫുട്വെയർസ്. അപ്പോൾ അടുത്ത പ്രിക്കോഷനിലേക്ക് പോകാം. നോട്ട് ടച്ച് ദി ഇൻറ്റീരിയർ പാർട്ട് ഓഫ് കേബിൾ TV അഡാപ്റ്റേഴ്സ്. എൻഷുർ ദാറ്റ് ദർ ഈസ് ആൻ ഇൻസുലേറ്റഡ് ക്യാപ്പ് ഫോർ ദി അഡാപ്റ്റേഴ്സ്. അപ്പോൾ അഡാപ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻറ്റീരിയർ ആയിട്ടുള്ള പാർട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ എൻഷുർ
that there is an insulated cap for the adapter. അഡാപ്റ്ററിൻ്റെ ഇൻസുലേഷൻ ക്യാപ്പൊക്കെ പ്രോപ്പറാണെന്ന് ശ്രദ്ധിക്കുക. ഡു നോട്ട് ഫ്ലൈ കൈറ്റ് നിയർ ഇലക്ട്രിക് ലൈൻസ്. ഇപ്പോൾ ഇലക്ട്രിക് ലൈൻസിൻ്റെ അടുത്ത് നിന്ന് കൈറ്റ് എന്ത് ചെയ്യുക, പറത്താതിരിക്കുക. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ വെന്നെവർ നമ്മൾ യൂസ് ചെയ്യുന്ന കൈറ്റ് എന്ത് ചെയ്യും, ആ രണ്ട് ലൈൻസായിട്ട് കോണ്ടാക്റ്റ് സെയിം ടൈമിൽ കോണ്ടാക്റ്റ് ആവണമെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും ത്രൂ അസ്. നമ്മളെ ഉള്ളിൽ കൂടിയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ വി വിൽ ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ അങ്ങനത്തെ കേസസ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഡു നോട്ട് യൂസ് ടേബിൾ ഫാൻ ടു ഡ്രൈ ഹെയർ. ഇപ്പോൾ ടേബിൾ ഫാൻ യൂസ് ചെയ്തിട്ട് ഹെയർ എന്ത് ചെയ്യാതിരിക്കുക, ഡ്രൈ ചെയ്യാതിരിക്കുക. ടേബിൾ ഫാൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാൻസിൻ്റെ ലീഫിനുള്ളിൽ കുടുങ്ങാനും അപ്പോൾ കുറച്ചുകൂടി എക്സ്ട്രീമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് എൻഷുർ ദാറ്റ് ദർ ആർ നോ ടോൾ ബിൽഡിംഗ് ഓർ ടോൾ ട്രീസ് നിയർ ഇലക്ട്രിക് ലൈൻസ്. ഇപ്പോൾ ടോളായിട്ടുള്ള ട്രീസ് ഇലക്ട്രിക് ലൈൻസിൻ്റെ അടുത്ത് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു റപ്ചറോ അത് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ലൈൻസിൻ്റെ ഡിസ്ട്രപ്ഷന് കാരണമാകുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് പോയിൻ്റാണ് എൻഷുർ ദാറ്റ് ദി മെയിൻ സ്വിച്ച് ആൻഡ് ELCB ആർ സ്വിച്ച്ഡ് ഓഫ് വെൻ മെയിൻ്റെനൻസ് വർക്ക് ഈസ് ബീൻ ക്യാരിഡ് ഔട്ട് അറ്റ് ഹോം. ഹോമിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് കൊണ്ടുവരും മെയിൻ സ്വിച്ച് അതേപോലെ തന്നെ ELCB ഒക്കെ ഓഫ് ആണ് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അപ്പോൾ അടുത്തതായിട്ട് പ്രിക്കോഷൻസ് ഡ്യൂറിങ് സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. സ്പെഷ്യലായിട്ടുള്ള സർക്കംസ്റ്റൻസസിൽ എടുക്കേണ്ട പ്രിക്കോഷൻസാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡ്യൂറിങ് ലൈറ്റ്നിങ് അവോയ്ഡ് ഡൂയിങ് എനി വർക്ക് ദാറ്റ് വിൽ ബ്രിങ് യു ഇൻ കോണ്ടാക്ട് വിത്ത് ഇലക്ട്രിക് സർക്യൂട്ട്. ഇപ്പോൾ ലൈറ്റ്നിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ ഡിവൈസസ് ആയിട്ട് ഉള്ള കണക്ഷൻ എന്ത് ചെയ്യുക, പരമാവധി കുറയ്ക്കുക. ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക. അതേപോലത്തെ ഇലക്ട്രിക് സർക്യൂട്ടായിട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കുറയ്ക്കുക എന്നല്ല അവോയ്ഡ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഡിസ്കണക്ട് ദി പ്ലഗ് ഫ്രം ദി സോക്കറ്റ് വെനെവർ ദർ ഈസ് എ ചാൻസ് ഓഫ് ലൈറ്റ്നിങ്. ഇപ്പോൾ ലൈറ്റ്നിങ്ങിലെ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സോക്കറ്റ്സിൽ നിന്ന് പ്ലഗ് റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഡ്യൂറിങ് റെയിൻ ആൻഡ് വിൻഡ് ഇലക്ട്രിക് ലൈൻസ് ആർ ലൈക്ലി to touch the ground. This may cause danger. We have to be cautious on such occasions. ഇപ്പോൾ മഴയും കാറ്റൊക്കെ ഉള്ള ടൈമിൽ ഇലക്ട്രിക് ലൈൻസ് എർത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, മഴയും കാറ്റൊക്കെ ഉള്ള ടൈമിൽ നമ്മൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുക. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പോയിന്റ്. If water enters home due to flood or other reasons, disconnect electric connection. Reconnect it only after ensuring that the main switch and switchboard are perfectly dry. ഇപ്പോൾ ഫ്ലഡ് ഉള്ള റീജിയനിലാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊക്കെ ഫ്ലഡ് ഉള്ള റീജിയനിലാണെങ്കിൽ ഫ്ലഡ് വന്നിട്ട് നമ്മളെ ഒക്കുപ്പൈ ചെയ്യുന്നതിനെക്കാട്ടും ഓവറായിട്ട് വാട്ടർ ലെവൽ ഉയരുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇലക്ട്രിസിറ്റി ഡിസ്കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ റിക്കവർ ചെയ്തിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പവർ റെസ്യൂം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എൻഷുർ ദാറ്റ് ദ സ്വിച്ച് ബോർഡ്സ് ആർ പെർഫെക്റ്റ്ലി ഡ്രൈ. മുഴുവനായിട്ട് ഡ്രൈ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇലക്ട്രിസിറ്റി റെസ്യൂം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കേസസാണ് പ്രിക്കോഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ഇൻ ദി കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഇപ്പോൾ ഇലക്ട്രിക് ഷോക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞ്, അതേപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് അവോയ്ഡ് ചെയ്യാനുള്ള പ്രിക്കോഷൻസിനെ പറ്റി നമ്മൾ പറഞ്ഞ്. ഇനി അടുത്തതായിട്ട് അഥവാ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ വാട്ട് ആർ ദി തിങ്സ് വി ഷുഡ് ഡു ദെൻ. ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്താണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത്. ആസ് എ റിസൾട്ട് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ദി ബോഡി ടെമ്പറേച്ചർ ഓഫ് ദി വിക്ടിം ഡിക്രീസസ്, viscosity of the blood increases and clotting of blood occurs.
അപ്പോൾ ആദ്യം തന്നെ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റ വിക്ടിമിൻ്റെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ദി ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ഓഫ് വിക്ടിം ഡിക്രീസസ്. വിക്ടിമിൻ്റെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡ്രാസ്റ്റിക്കായിട്ട് ഡിക്രീസ് ചെയ്യും, വളരെ കുറയും. ബിക്കോസ് ഓഫ് ദാറ്റ് വിസ്കോസിറ്റി ഓഫ് ദി ബ്ലഡ് ഇൻക്രീസസ്. അപ്പോൾ ബ്ലഡിൻ്റെ ഫ്ലോ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വിസ്കോസിറ്റി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യും. സോ ദി ഫ്ലോ ഓഫ് ദി ബ്ലഡ് ഡിക്രീസസ് ആൻഡ് ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് ഒക്കേഴ്സ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങും, ബ്ലഡിൻ്റെ മൂവ്മെൻറ്റ് കുറയും, ബ്ലഡ് കട്ട പിടിക്കാൻ തുടങ്ങും. സോ വി ഷുഡ് റബ് ദി മസിൽസ് ഓഫ് ദി വിക്ടിം. അപ്പോൾ അങ്ങനത്തെ കേസസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മസിൽസ് എന്ത് ചെയ്യുക? റബ്ബ് ചെയ്യുക ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി വിക്ടിം ആൻഡ് ഓൾസോ ഫോർ ഇൻക്രീസിങ് ദി ബ്ലഡ് ഫ്ലോ. അപ്പോൾ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റബ്ബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ റേസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ബൈ മസാജിങ്. അപ്പോൾ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക ബൈ മസാജിങ്. ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇഫ് നെസസറി. ഇപ്പോൾ ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. മസാജ് ദി മസിൽസ് ആൻഡ് ബ്രിങ് ദം ടു ഒറിജിനൽ കണ്ടീഷൻ. നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിൻ്റാണ് മസാജ് ചെയ്യുക. എന്തെങ്കിലും ഡിഫക്റ്റ് മസിൽസിന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മസാജ് ചെയ്ത് ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക? മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ഫോർ ദി ഫങ്ഷനിങ് ഓഫ് ഹേർട്ട്. അപ്ലൈയിങ് പ്രഷർ ഓൺ ദി ചെസ്റ്റ് റെഗുലർ. നമ്മൾ സിനിമയിലും കണ്ടിട്ടുണ്ട്, ചെസ്റ്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുക. CPR കൊടുക്കാൻ അറിയില്ലേ? ചെസ്റ്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുക ഫോർ റീഫങ്ഷൻ ദി ഹേർട്ട്. ഇപ്പോൾ ഹേർട്ടിൻ്റെ ഫങ്ഷൻ സ്റ്റോപ്പായെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക? റെഗുലർ ഇൻ്റർവെല്ലിൽ പ്രഷർ അപ്ലൈ ചെയ്യുക. അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ടേക്ക് ദി പേഴ്സൺ ടു ദി നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഈ പേഴ്സൺ എത്തിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ഒരാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ദീസ് ആർ ദി ഫസ്റ്റ് എയ്ഡ് ടു ബി ഡൺ വെൻ എൻ പേഴ്സൺ ഈസ് ഹിറ്റ് ബൈ ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഈസ് ആൻ integral part of our day-to-day life. The energy is to be consumed for tomorrow. Hence, its consumption should be reduced to the minimum possible. Save electricity is equivalent to generating electricity. Electricity is highly useful at the same time it is dangerous form of energy. Hence, electrical appliances should be handled with a എക്സ്ട്രീം കെയർ. നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസൊക്കെ യൂസ് ചെയ്യും, എക്സ്ട്രീം കെയറോടെ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള യൂസ് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് സേവിങ് ഇലക്ട്രിസിറ്റി ഈസ് ഇക്വലന്റ് ടു ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി. അടുത്തത് മേക്കിംഗ് ഹൗസ് ഹോൾഡ് സർക്യൂട്ട്. ഇപ്പോൾ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇപ്പോൾ കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ നെയിമുണ്ട്, യൂസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ് ഡിവൈസസ്? വൺ വേ സ്വിച്ച്. വൺ വേ സ്വിച്ച് ഈസ് യൂസ്ഡ് ഫോർ start or stop current flow and to change the direction of the current flow. ഇപ്പോൾ വൺ വേ സ്വിച്ച് കറണ്ടിൻ്റെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനും ആണിത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടു വേ സ്വിച്ച്, നെക്സ്റ്റ് വൺ ഈസ് ടു വേ സ്വിച്ച്. ഹാവിങ് ടു ഓർ മോർ സ്വിച്ചസ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ടു കൺട്രോൾ വൺ ഇലക്ട്രിക്കൽ ഡിവൈസസ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ രണ്ട് സ്വിച്ചസ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ഡിവൈസ് തന്നെ രണ്ട് സ്വിച്ച് കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന കേസസിലെ. അപ്പം അങ്ങനെ ഉള്ള കേസസിലാണ് ആര് യൂസ് ചെയ്യുക? ടു വേ സ്വിച്ചസ്. നെക്സ്റ്റ് വൺ ഈസ് 3-pin പ്ലഗ്.
This electricity can be supplied to electrical appliances safely. ഇപ്പോൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസിലേക്ക് സേഫായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാനാണ് ആരെ യൂസ് ചെയ്യുന്നത്? 3 പിൻസിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത എക്യുപ്മെൻറ്റിലേക്ക് പോകാം. സീലിംഗ് റോസ്. ഇപ്പോൾ സീലിംഗ് റോസ് ഹെൽപ്സ് ഇൻ ദാറ്റ് വൺ ലൈവ് വയർ that is needed for ceiling light or fan to go in continuation. ഇപ്പോൾ ലൈവ് വയർ ഫേസ് ആയിട്ട് കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെന്ത് സീലിംഗ് റോസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ELCB. ഇറ്റ് ഹെൽപ്സ് ടു ബ്രേക്ക് ദി സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി whenever there is an excess current flow due to insulation failure. ഇപ്പോൾ ഇൻസുലേഷൻ ഫെയിലർ കൊണ്ട് എക്സസ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ, അതായത് കറണ്ട് ലീക്കേജ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്ന എന്നുള്ള ഫങ്ഷനാണ് ആർക്കുള്ളത്? ELCB എന്ന് പറഞ്ഞ ഡിവൈസസ് ബ്രേക്കറിനുള്ളത്. അപ്പോൾ അടുത്താണത് റെഗുലേറ്റർ. നമുക്കറിയാം ഇറ്റ് ഈസ് ഫോർ റെഗുലേറ്റിംഗ് ദി വോൾട്ടേജ് ലെവൽ. അതായത് ഒരു വോൾട്ടേജ് ലെവലിൽ കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനാണെന്ത് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതാണ് ആര്? ഇൻഡിക്കേറ്റർ. അപ്പോൾ നമുക്കറിയാം എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് വിഷ്വൽ ഓർ റിമോട്ട് ഇൻഡിക്കേഷൻ ഓഫ് എ ഫോൾട്ട് ഓൺ ഇലക്ട്രിക് പവർ സിസ്റ്റം. അപ്പം ഇലക്ട്രിക് പവർ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ സ്വിച്ച് ഓൺ ആണോ സ്വിച്ച് ഓഫ് ആണോ, ഇത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നത് ഇൻഡിക്കേറ്റർ വഴിയാണ്. അപ്പോൾ അടുത്തേക്ക് മെല്ലുക. RCCB. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദി ഫേസ് കറണ്ട് ആൻഡ് ന്യൂട്രൽ കറണ്ട് ആൻഡ് ടു ബ്രേക്ക് ദി സർക്യൂട്ട് ഇഫ് നീഡഡ്. ഇപ്പം മെയിനായിട്ട് ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്? നമ്മൾ RCCB എന്ന് പറഞ്ഞാൽ ബ്രേക്കറെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ ബ്രേക്ക് അണ്ടർ ദി certain conditions like overloading, short circuit and insulation failure. അപ്പോൾ അടുത്ത എക്യുപ്മെൻറ്റിലേക്ക് പോകാം. MCB. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളൊന്നുകൂടി പറയുകയാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഓട്ടോമാറ്റിക്കൽ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് സർക്യൂട്ട് വൈൽ ഷോർട്ട് സർക്യൂട്ട് ഓർ ഓവർലോഡിങ്. അപ്പോൾ അടുത്തതാണ് കിറ്റ്കാറ്റ് ഫ്യൂസ്. ഇപ്പോൾ എന്താണ് കിറ്റ്കാറ്റ് ഫ്യൂസ് എന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇപ്പോൾ കിറ്റ്കാറ്റ് ഫ്യൂസ് ഇറ്റ് ഈസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് എ സർക്യൂട്ട് അഗെയിൻസ്റ്റ് എക്സസ് കറണ്ട്. ഇപ്പോൾ എന്താണത് കിറ്റ്കാറ്റ് ഫ്യൂസ് എന്ന് പറയുന്നത്? ജസ്റ്റ് പ്രൊട്ടക്ഷൻ തന്നെ. സ്വിച്ച് ബോർഡ് ഇറ്റ് ഈസ് ഫോർ കൺട്രോൾ ദി ഫ്ലോ ഓഫ് പവർ. സ്വിച്ച് ബോർഡിൽ പവറിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മീറ്റർ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്വാണ്ടിറ്റി. നമ്മൾ എത്ര യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്താണത് മെയിൻ സ്വിച്ച്. അപ്പോൾ മെയിൻ സ്വിച്ച് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ദി മെയിൻ പവർ സപ്ലൈ ഓഫ് ദി RC മോഡൽസ്. അപ്പോൾ മെയിൻ പവർ സപ്ലൈ ആണത് മെയിൻ സ്വിച്ചിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്താണ് ബൾബ് ഹോൾഡർ. നമ്മൾ അറിയുന്ന ടേംസ് ആണെന്ന് ബൾബ് ഹോൾഡറൊക്കെ. ഇറ്റ് ഈസ് ഫോർ ഹോൾഡിങ് ദി ലാമ്പ് ഓർ ബൾബ്. ഇപ്പോൾ ബൾബ് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ലാമ്പ് ഹോൾഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ആര്? ബൾബ് ഹോൾഡർ. അപ്പോൾ അടുത്ത ഡിവൈസിലേക്ക് കടക്കാം. ക്ലാമ്പ് അമ്മീറ്റർ. അപ്പോൾ അമ്മീറ്റർ അതേപോലെ തന്നെ വോൾട്ട് പിണ്ടുന്ന കുറേ ഡിവൈസസ് ഉണ്ട്. അപ്പോൾ അമ്മീറ്റർ എന്താണെന്ന് പറയാം. Ammeter is a device that is used to measure the current value. അതേപോലെ തന്നെ വോൾട്ട് മീറ്റർ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ട് മീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ വോൾട്ടേജ്. നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്ലാമ്പ് അമ്മീറ്റർ എന്തായിരിക്കും? ക്ലാമ്പ് അമ്മീറ്റർ ഈസ് എ വെക്ടർ സം ഓഫ് കറണ്ട് ഫ്ലോയിങ് ഇൻ ഓൾ കണ്ടക്ടർ പാസിങ് ത്രൂ ദി പ്രോബ്. അപ്പോൾ ടോട്ടലായിട്ടുള്ള കറണ്ട് ഫ്ലോനെ നമുക്ക് ഇൻഡിക്കേറ്റ് യൂസ് ചെയ്യുന്നത് ക്ലാമ്പ് അമ്മീറ്ററാണ്.
ഇപ്പോൾ അടുത്ത ഡിവൈസാണ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്റർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡിവൈസാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് അറ്റ് ദി സെയിം ടൈം. ഒരു ഡിവൈസ് കൊണ്ട് നമുക്ക് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ ആ ഡിവൈസാണത് മൾട്ടിമീറ്റർ. അപ്പോൾ അടുത്തതാണത് എ സി വോൾട്ട് മീറ്റർ. അപ്പോൾ എ സി വോൾട്ടേജ് മെഷർ ചെയ്യാണെന്ത് എ സി വോൾട്ട് മീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതാണ് വയർ സ്ട്രിപ്പർ. ഇറ്റ് ഈസ് ഇൻ ഓർഡർ ടു കട്ട് ദി വയർ. സ്ക്രൂ ഡ്രൈവേഴ്സാണ് നമുക്ക് എന്താ യൂസ് ചെയ്യുക, എന്തിനാണ് യൂസ് ചെയ്യുക, നമുക്കറിയുന്ന കാര്യങ്ങളാണല്ലേ. ഇൻ ഓർഡർ ടു ടൈറ്റൻ ദി സ്ക്രൂസ്. കുറേ ഉപയോഗങ്ങളുണ്ട് സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ അടുത്താണ് ടെസ്റ്റർ. ഇറ്റ് ഈസ് ഇൻ ഓർഡർ ടു ഡിറ്റക്ട് ദി കറണ്ട് ആ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണെന്ത് ടെസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടച്ച്ഡ് ടു ദി കണ്ടക്ടർ ബീയിങ് ടെസ്റ്റഡ്. ആ ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് ഒരു ടെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഡിവൈസാണ് ഒരു പ്ലയറൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഗ്ലൗസ് ഒക്കെ നമുക്കറിയുന്ന, ഇൻസുലേഷൻ ടാപ്പ്, വയർ, PVC പൈപ്പ് ഫിറ്റിങ്സ്, ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. PVC ചാനൽ, PVC പൈപ്പ്സ്, ഒക്കെ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസാണ്.